Hi my dear students, once again welcome back to permutations and combinations. ഇത് നമ്മുടെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിൻ്റെ പെർമ്യൂട്ടേഷൻ എന്നുള്ള ഏരിയയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പെർമ്യൂട്ടേഷൻ എന്താണെന്നും അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ചില പ്രോബ്ലംസിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ചില ടൈപ്പ് സാധനങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ 15 ക്വസ്റ്റ്യൻ ആണ് ചെയ്തിരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 16. Here is the question. If np4 divided by n minus 1 p4 is equal to 5/3, where n greater than 4, then find n. That's the question. Okay, let us simplify this. We know np4 divided by n minus 1 p4 is equal to 5/3, right? That implies we can apply the formula of np4, n factorial divided by n minus 4 factorial divided by n minus 1 p4 means n minus np4 npr ന്റെ ഫോർമുല നമുക്കറിയാമല്ലോ. npr is equal to n factorial divided by n minus r factorial ആണ്. സോ ആ ഫോർമുല ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ n ന്റെ സ്ഥാനത്ത് n minus 1 ആണ്. സോ n minus 1 factorial divided by n minus 1 minus 4 factorial. ഓക്കെ, n ന്റെ സ്ഥാനത്ത് n minus 1, r ന്റെ സ്ഥാനത്ത് 4. സോ n ന്റെ സ്ഥാനത്ത് ഇത്രയും മൈനസ് r ന്റെ സ്ഥാനത്ത് ഇത്രയും is equal to 5 divided by 3. ഓക്കെ മക്കളെ, യെസ്, നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. That is n factorial divided by n minus 4 factorial into, പിന്നെ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ സാധനത്തിനെ നമ്മൾ മേളിലോട്ട് വരും അല്ലെ. അപ്പോൾ n minus 1 minus 4 എന്നുള്ളത് എന്ത് എഴുതാം? n minus 5 എന്നാവും. n minus 5 factorial divided by, ഇത് റെസിപ്രോക്കൽ വിളിക്കുമ്പോൾ ഇത് മേളിൽ വരും, ഇത് താഴെ വരും. സോ ഇറ്റ് ഈസ് n minus 1 factorial is equal to 5 divided by 3. ഓക്കെ മക്കളെ, ഇത് നമ്മൾ അതുപോലെ ഉണ്ട്, ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, സോ ഇറ്റ് ഈസ് n ഫാക്ടോറിയൽ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എഴുതാമല്ലോ, ഇൻറ്റു n മൈനസ് 5 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയലിനെ നമുക്ക് n മൈനസ് 4 ഇൻറ്റു അത് ഇതൊന്ന് കുറയ്ക്കാം. സോ n മൈനസ് 4 മൈനസ് 1, ദറ്റ് മീൻസ് n minus 4 minus 1 is what? n minus 4 minus 1 is equal to n minus 5, right? So it is n minus 4 into അതിൽ ഒന്ന് കുറയുമ്പോൾ n minus 5 ആവും. ഇത് നമ്മൾ മാറ്റുന്നില്ല, n minus 1 ഫാക്ടോറിയൽ അതുപോലെ തന്നെ. So equal to 5 divided by 3. See look, n minus 5 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോകും, n minus 1 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോകും. മിച്ചം എന്നാ ഉണ്ട് മക്കളെ? n ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു n ഉണ്ട്, താഴെ n minus 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് n ഡിവൈഡഡ് ബൈ n minus 4 is equal to 5 divided by 3. Let us cross multiply. That implies 3n is equal to 5 into n minus 4. Okay, so that implies 3n is equal to 5n minus 20, right? Okay, so നമുക്ക് ഈ 20നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഈ 3n അപ്പുറത്തേക്കും പോട്ടെ. അപ്പോൾ എന്താവും? ഇവിടെ 20 ഇങ്ങോട്ട് വരും, is equal to 5n മൈനസ് 20 ഇപ്പുറം പ്ലസ് 20 ആവും. ഈ 3n അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് 3n ആവും, റൈറ്റ്? സോ 2n is equal to 20. That means n is equal to 10. കണ്ടോ, നമ്മളോട് പറഞ്ഞിരുന്നത് n കണ്ടുപിടിക്കാനല്ലായിരുന്നോ? അപ്പോൾ മക്കളെ, ഇവിടെ n-ന്റെ വാല്യൂ np4 divided by n minus 1 p4 is equal to 5/3, when n greater than 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ n greater than 4 എന്ന് പറയാനുള്ള കാരണം ഇവിടെ 4 എടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ 4 എടുത്തിരിക്കുന്നുണ്ട്, ആ 4നെ കഴിഞ്ഞ് വലിയ വാല്യൂ ആയിരിക്കണമല്ലോ n എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് നാച്ചുറലി നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ n equal to 10 എന്നാണ്. അപ്പോൾ ഇത് 10 ആയതുകൊണ്ട് നമുക്ക് ആ വാല്യൂ വലുതുമാണല്ലോ. സോ ദാറ്റ്സ് ദ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ, പക്ഷേ ഇത് പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റനും കൂടെയാണ്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. ക്വസ്റ്റ്യൻ 17. Find n if n minus 1 p3 is 2 n p4 is equal to 1 is to 9. Let us simplify this one.
that is n minus 1 p3 divided by n p4 is equal to 1 divided by 9, because we know a is to b is equal to a by b. We are applying that formula here. Now let us apply the formula of NPR. What is NPR? NPR is equal to n factorial by n minus r factorial. Okay, so it is n minus 1 factorial divided by n minus 1 minus 3 factorial, right? Whole divided by n factorial by n minus 4 factorial is equal to 1 divided by 9. Okay, makale? So that implies n minus 1 factorial divided by n minus 1 minus 3 is n minus 4 factorial. നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഈ n minus 4 factorial എന്നുള്ളത് മേളിൽ വരും. Divided by n factorial is equal to 1 divided by 9. മനസ്സിലായ മക്കളെ? ഇത് നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ n minus 4 factorial മേളിൽ വരും, n factorial താഴെ വരും. ഇതിൽ n minus 4 factorial കട്ടായി പോയി. So that implies n minus 1 factorial divided by n factorial നമുക്ക് n into n minus 1 factorial എഴുതാമല്ലോ, is equal to 1 by 9. Okay, so n minus 1 factorial കട്ടായി പോകും. That means n is equal to 9 എന്ന് കിട്ടും. Okay മക്കളെ, മനസ്സിലായല്ലോ? So simple question. Here is the next question. Find r if 5 times 4pr is equal to 6 times 5pr minus 1. Okay, so let us simplify. 5 times 4pr is equal to 6 times 5pr minus 1. So it is 5 into 4pr is, we know, 4 factorial divided by 4 minus r factorial, because we know the formula of NPR, n factorial divided by n minus r factorial. 6 into 5 factorial divided by 5 minus r minus 1 factorial. n minus r factorial formula. So it is ഇത് വേണമെങ്കിൽ നമുക്ക് 5 into 4 factorial നമുക്ക് 5 factorial എഴുതാം, divided by 4 minus r factorial. ഇങ്ങനെ എഴുതാനുള്ള കാരണം ഇപ്പോഴേ നമുക്കൊരു 5 factorial ഉള്ളത് കൊണ്ടാണ്. So 6 times 5 factorial divided by bracket open ചെയ്യുമ്പോൾ 5 minus r plus 1 factorial. 5 factorial cancel ആയി പോകും. Okay, 1 divided by 4 minus r factorial is equal to 6 divided by 5 plus 1 6. So 6 minus r factorial, right? So that is 1 by 4 minus r factorial is equal to 6 divided by ഇതിനെ നമുക്ക് 6 minus r നെ 6 minus r into അതിനൊന്ന് കുറയും, that is 6 minus r minus 1 into ഒന്നുകൂടെ കുറയ്ക്കാം 6 minus r minus 2 factorial എഴുതാമല്ലോ. ഓക്കെ, നമുക്ക് കാരണം n factorial is equal to n into n minus 1 into n minus 2 factorial നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ അതിനെ 2 ടേം കുറച്ച് എഴുതി. So 1 by 4 minus r factorial is equal to 6 divided by, this is 6 minus r into, this is 6 minus 1 ഉണ്ട്, so 5 ആവും, 5 minus r ആവും. ഇത് 6 minus 2 എന്നുള്ളത് 4 ആവും, so 4 minus r factorial ആവും. ഓക്കെ, ഈ 4 minus r factorial കട്ടായി പോകും. ഓക്കെ മക്കളെ? ഓക്കെ, let us cross multiply. So it is 6 minus r into 5 minus r is equal to 6, right? Open the bracket. 6 into 5, that is 30 minus 6r minus 5r. Okay, 6r minus 5r, that is നമുക്ക് നേരിട്ട് എഴുതാം minus 6r minus 5r plus r square is equal to 6, right? So this r square minus 11r plus 30 minus 6 is equal to 0. So r square minus 11r plus 24 is equal to 0, right? So this r square minus
ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് എഴുതാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ. നമുക്ക് ഇതിനകത്ത് ആറ് കണ്ടുപിടിക്കാനാണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ ആറിലുള്ള. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു മൈനസ് ബി, ഒന്നിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഗുണിക്കുമ്പോൾ 24 കൂട്ടുമ്പോൾ -11 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. r-3 ഇൻറ്റു r-8 ഇസ് ഈക്വൽ ടു 0. കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 -8 24 ആകും. പിന്നെ -3 -8 -11 ആവും. ദാറ്റ് മീൻസ് r ഈസ് ഈക്വൽ ടു 3 ഓർ r ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടുമല്ലോ. ഇതിന്റെ മീനിങ് ഇതാണല്ലോ. എന്തെങ്കിലും r-3 0 ആകണം, അല്ലെങ്കിൽ r-8 0 ആകണം. r-3 0 എന്ന് പറഞ്ഞാൽ r ഈക്വൽ ടു 3 വരും. r-8 0 എന്ന് പറഞ്ഞാൽ r ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഇപ്പൊ രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്. r ഈസ് ഈക്വൽ ടു 3 ആൻഡ് r ഈസ് ഈക്വൽ ടു 8. ഓക്കെ മക്കളെ, ഇനി മക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ 5 ഇൻറ്റു 4p ആണ്. അപ്പൊ നമ്മുടെ r എന്ന് പറഞ്ഞാൽ എപ്പോഴും 4നെ കഴിഞ്ഞ് ഇവിടെ ചെറുതായിരിക്കണം അല്ലെ. ഇവിടെ 5p r-1 ആണ്. അതുകൊണ്ട് ഈ r-1 എന്ന് പറഞ്ഞാൽ 5നെ കഴിഞ്ഞും ചെറുതായിരിക്കണം. r-1 5നെ കഴിഞ്ഞ് ചെറുതാന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ 6നെ കഴിഞ്ഞ് ചെറുതായിരിക്കണം, എന്നാലല്ലേ ഉള്ളൂ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ r 4നെ കഴിഞ്ഞ് ചെറുതായിരിക്കണം, ഇവിടെ r 6നെ കഴിഞ്ഞ് ചെറുതായിരിക്കണം. എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, രണ്ടിലും കൂടെ കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ r എന്ന് പറഞ്ഞാൽ 4നെ കഴിഞ്ഞും ചെറുതായിരിക്കണം. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ r ന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 8 ആണ്, ഒന്ന് 3 ആണ്. അപ്പൊ നമ്മുടെ r എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ r എന്ന് പറഞ്ഞാൽ എപ്പോഴും 4നെ കഴിഞ്ഞ് r ഈസ് ഓൾവേസ് ലെസ് ദാൻ 4 ആയിരിക്കണം. ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ പിന്നെ 8 എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ r is equal to 3 ഉള്ളിയാണ്. സോ ദാറ്റ് ഈസ് ദി ഓൺലി അഡ്മിസിബിൾ വാല്യൂ ഓഫ് r ഹിയർ. ബട്ട് നമ്മൾ തിയററ്റിക്കലി നമുക്ക് രണ്ടും കിട്ടുമെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ അതെടുക്കാൻ പറ്റില്ല. കാരണം r ന്റെ വാല്യൂ എപ്പോഴും ഇതിനെ കഴിയും ചെറുതായിരിക്കണം. ഇവിടെ n എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ 4 ആണ്. അപ്പോൾ 4നെ കഴിയും ചെറുതാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, യെസ്. Now find r. Next question, find r if 5pr is equal to 2 times 6pr minus 1. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് പാർട്ട് 5pr is equal to 6 times 6pr minus 1. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5pr is equal to 2 times 6pr minus 1. Right? So that is 5 factorial divided by 5 minus r factorial is equal to 2 into 6 factorial divided by 6 minus r minus 1 factorial. Right? So that is 5 factorial divided by 5 minus r factorial is equal to 2 into 6 factorial ne namakku venengil 6 into 5 factorial ne edam divided by bracket open cheyumbol 6 minus r plus 1 factorial. Okay, so that is 5 factorial cancel agiyam. So 1 by 5 minus r factorial is equal to 2 into 6 12 nu edam divided by this 6 plus 1 7 minus r factorial now. Okay, so 1 by 5 minus r factorial is equal to 12 divided by 7 minus r. അതിന് ഒന്ന് കുറയും. 7 minus r minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 7 minus r minus 1 എന്ന് പറയുമ്പോൾ 7 minus 1 6 minus r എന്നാവും അല്ലേ. അപ്പോൾ അടുത്തത് 6 minus r ഇൻറ്റു ഒന്നും കൂടെ കുറയുവാണെങ്കിൽ 5 minus r നമുക്ക് അവിടെ കൂടെ നിർത്താം, ഫാക്ടോറിയൽ എഴുതാം. ഇത് തമ്മിൽ കട്ടായി പോകും. ഓക്കെ, ക്രോസ് ചെയ്യാം. So 7 minus r into 6 minus r is equal to 12, right? Okay, that is 7 into 6 42 minus 7r minus 6r plus r square is equal to 12, right? So r square minus 7r 6r കൂട്ടുമ്പോൾ 13r അല്ലേ, 13r plus 42 അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ minus 12 is equal to 0. That is r square minus 13r plus 30 equal to 0. നമ്മൾ നേരത്തെ ഇതുപോലെ നമുക്ക് വേണമെന്ന് ഫാക്ടറൈസ് ചെയ്യാം. കൂട്ടുമ്പോൾ -13 ഗുണിക്കുമ്പോൾ 13 കിട്ടുന്നത് r minus 10 into r minus 3 എന്ന് എഴുതാം അല്ലേ.
അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും, കൂട്ടുമ്പോൾ 10 3 13 കിട്ടും. That means r is equal to this implies what? Either r minus 10 equal to 0 or r minus 3 is equal to 0. That means r is equal to 10 or r is equal to 3, right? But ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഇവിടെ ആറിന് 3ഉം 10ഉം കിട്ടുമെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമുക്കറിയാം ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 5നെ കഴിഞ്ഞും ചെറുതായിരിക്കണം അല്ലെ. അത് ആറിന്റെ വാല്യൂ 5നെ കഴിഞ്ഞും ചെറുതാണെങ്കിൽ മാത്രമേ ഇവിടെ, അതായത് ഈ r എന്ന് പറയുന്നത് n-നെ കഴിഞ്ഞ് എപ്പോഴും എന്തായിരിക്കണം, r എന്ന് പറയുന്നത് n-നെ കഴിഞ്ഞ് എപ്പോഴും ചെറുതായിരിക്കണം. അതുകൊണ്ട് ഇവിടെ r എന്ന് പറയുന്നത് 5നെ കഴിഞ്ഞും ചെറുതായിരിക്കണം. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂല് ഒന്ന് 3 ഒന്ന് 10 ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന r equal to 3 മാത്രമേ ഉള്ളൂ. അതിന്റെ റീസണും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. So r is equal to 3 and the only admissible value of r is equal to 3 only. കാരണം because reason എഴുതിക്കൊള്ളുക, because r should be less than 5. നമ്മുടെ NPR എഴുതുന്നതിനകത്ത് ആറിന്റെ വാല്യൂ അതിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും തിയററ്റിക്കലി എടുക്കാൻ പറ്റുമെങ്കിലും നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്നത് 3 മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം നമുക്ക് അറിയാമല്ലോ. Let us have the second part. So that is 5pr is equal to 6pr minus 1. So 5 factorial divided by 5 minus r factorial is equal to 6 factorial divided by 6 minus r minus 1 factorial. Okay. 5 factorial divided by 5 minus r factorial is equal to 6 factorial. നമുക്ക് 6 times 5 factorial എഴുതാമല്ലോ. 6 into 5 factorial എഴുതാം. Divided by 6 minus 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് 6 മൈനസ് ഇവിടെ നമ്മൾ ഈ 6 മൈനസ് r മൈനസ് 1 എന്നുള്ളതിനകത്തൊരു ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 മൈനസ് r പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. അത് കറക്റ്റ് ചെയ്ത് എഴുതണം അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, സോ ഇറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് r ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 times 5 factorial divided by 6 plus 1 7 7 minus r factorial, right? 5 factorial cancel ആയി പോകും. ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. That is 1 divided by 5 minus r factorial is equal to 6 divided by 7 minus r നെ നമുക്ക് ചെറുതാക്കാം. 7 minus r ൽ നിന്ന് 1 കുറയുമ്പോൾ അത് 6 minus r എന്നാവും. അതിന് 1 കൂടെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 7 minus r into 7 1 കുറയുമ്പോൾ 6 ആവും. 6 minus r into 5 minus r factorial. So 5 minus r factorial cancel ആയി പോകും. So that implies cross ചെയ്യുമ്പോൾ നമുക്ക് 7 minus r into 6 minus r is equal to 6 എന്ന് വരും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 7 into 6 42 minus 7r minus 6r plus r square is equal to 6 എന്ന് വരും. Okay, so it is r square minus 7 minus 6 13r ഇത് minus 4 no plus 42 minus r is equal to 0, right? So let us simplify this one. That is r square minus 13r plus 36 is equal to 0 അല്ലേ? ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. r minus 9 into r minus 4 is equal to 0. കാരണം 4 into 9 എന്ന് പറയുമ്പോൾ 36 വരും. 9 plus 4 എന്ന് പറയുമ്പോൾ 13 വരും. So that means r minus 9 equal to 0 or r minus 4 equal to 0. That means r is equal to 9 or r is equal to 4. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. വീണ്ടും നമുക്കറിയാം ആറിന്റെ വാല്യൂ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 9 എന്നുള്ള വാല്യൂ എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞ എപ്പോഴും ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂ എപ്പോഴും 5നെ കഴിഞ്ഞും ചെറുതായിരിക്കണം. അതുകൊണ്ട് 5 ആണല്ലോ ഇവിടെ n ന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 5നെ കഴിഞ്ഞും ചെറുതായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആറിന്റെ വാല്യൂ 9 എടുക്കാൻ പറ്റില്ല. 6 എന്ന് പറഞ്ഞാൽ എപ്പോഴും 4 ആയിരിക്കണം. കാരണം ഇവിടെ ആറിന്റെ വാല്യൂ 9 എടുത്താൽ എന്താ സംഭവിക്കുന്നത്? ആറിന്റെ വാല്യൂ 9 ആണെങ്കിൽ നമ്മളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 5p9 വരും. 5 എണ്ണത്തിൽ നിന്ന് 9 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആറിന്റെ വാല്യൂ എപ്പോഴും n-നെ കഴിഞ്ഞും ചെറുതായിരിക്കണം. അതാണ് എൻ്റെ റീസൺ. സോ നമുക്ക് r is equal to 9 എന്നുള്ള എടുക്കാൻ പറ്റില്ല. സോ ദി അഡ്മിസിബിൾ വാല്യൂ ഓഫ് r is equal to
4. Okay, makale? Yes. Here is the next question. Question number 20. How many 4-digit numbers can be formed using the digits 1 to 9 if repetition of digits is not allowed? ഈ ഡിജിറ്റ്സിൻ്റെ റെപ്പറ്റീഷൻ അലൗഡ് അല്ല എങ്കിൽ ഈ 1 to 9 ഉള്ള, അതായത് 1 to 9 എന്ന് പറയുമ്പോൾ 9 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 9 ഡിജിറ്റ്സ് ഉപയോഗിച്ച് 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എഴുതാം? അപ്പോൾ നമുക്കറിയാം, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയാവും. നമ്മൾ നേരത്തെ ആദ്യത്തെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്നു. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് ഈ ടൈപ്പിലുള്ള സാധനമാണ്. അപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സ്, അപ്പോൾ ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ പൊസിഷൻ, ഇത് മൂന്നാമത്തെ പൊസിഷൻ, ഇത് നാലാമത്തെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻ നമുക്ക് 1 to 9 ആയതുകൊണ്ട് ഏത് നമ്പർ ഉപയോഗിച്ച് 9 തരത്തിൽ ചെയ്യാം. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ആയതുകൊണ്ട് 8 വേസ്. ഇത് 2 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട് 7 വേസ്. ഇത് 3 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞുകൊണ്ട് 6 വേസ്. സോ ടോട്ടൽ നമ്പർ ഈസ് 6 into 7 into 8 into 9. ഇത് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നതാണ്. ഇനി നമുക്ക് ഇതല്ലാതെ ഈ സാധനം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കാതെ നമ്മുടെ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ സാധനം ഒന്ന് എഴുതാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് 9 ആണുള്ളത്. 9-നകത്ത് നിന്ന് നമുക്ക് വേണ്ടത് 4-ന്റെ പെർമ്യൂട്ടേഷൻ വേണ്ടേ. സോ 9 times P4. ഓക്കെ, സോ 9 ഉള്ളതിനകത്ത് നിന്ന് 9-നകത്ത് നമുക്ക് 4 എണ്ണത്തിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കി അറേഞ്ച് ചെയ്യണ്ടേ. സോ ലെറ്റ് us apply the formula NPR. 9P4. What is 9P4 മക്കളെ? 9 factorial divided by 9 minus 4 factorial. That means 9 factorial divided by 5 factorial. Okay, so 9 factorial divided by 5 factorial. Okay, let us simplify that. So that is equal to 9 factorial 9 into 8 into 7 into 6 into 5 factorial എഴുതാം. ഡിവൈഡഡ് ബൈ 5 factorial തമ്മിൽ വെട്ടിപ്പോകും, കണ്ടോ? അപ്പോൾ വരുന്നത് 9 into 8 into 7 into 6 എന്ന് വരും. ഇത്രയാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ മക്കളെ, സോ ദ ആൻസർ ഈസ് 9 into 8 into 6 into 7 into 6. ഓക്കെ, സോ 9 into 8 72 into 7 into 6 42. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ ആൻസർ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 3024 എന്ന് കിട്ടും. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. സോ ദ ആൻസർ വിൽ ബി 3024. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഹൗ മെനി 3-digit even numbers can be made using the digits 1 2 3 4 6 7 if no digit is repeated? See how many 3-digit even numbers. Even numbers എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ് അല്ലേ. നമ്മുടെ ഉള്ളത് 2 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ ഉള്ളത് 4 ആണ്, പിന്നെ ഉള്ളത് 6 ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തരത്തിൽ പറ്റും? 3 വേസിലേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. 3 വേസിലേ പറ്റുള്ളൂ. കാരണം ഈ ഒരു 2ഓ 4ഓ 6ഓ ഉപയോഗിച്ചു 3 വേസ്. ഓക്കെ, ഇനി 2 പൊസിഷൻ ഉണ്ട്. ഈ 2 പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 7 നമ്പേഴ്സ് ഉണ്ടെങ്കിലും 2 ഡിജിറ്റ് ഓൾറെഡി യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇനി ഒരു ഡിജിറ്റ് നമ്മളിവിടെ ഓൾറെഡി യൂസ് ചെയ്തു. 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. ആ യൂസ് ചെയ്ത നമ്പർ ഇനി നമുക്ക് ഇവിടെ 2-ലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇനി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം അല്ലേ. ഈ 6 എണ്ണത്തിൽ നമ്മുടെ 2 4 6 എണ്ണം ഉണ്ടായിരുന്നു. 6 എണ്ണം ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ എത്ര എണ്ണം ഉണ്ട്? 2 4 6 എണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പം ഇനി 5 എണ്ണേ ഉള്ളൂ. ആ 5 എണ്ണത്തിൽ നമുക്ക് 2 എണ്ണം കിട്ടിയാൽ മതി. അപ്പോൾ ആ 5 എണ്ണത്തിൽ 2 എണ്ണം എത്ര തരത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? 5p2 വേസ്. സോ ഇത് ഈ 2 എണ്ണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇത് 5 തരത്തിൽ, ഇത് 4 തരത്തിൽ എന്നുള്ളതാണ്. അതിന് പകരമാണ് നമ്മളിവിടെ 5p2 എന്ന്. കാരണം 5p2 എന്ന് പറയുന്നത് എന്താ? 5 factorial divided by 5 minus 2 that is 3 factorial എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 into 4 into 3 factorial divided by 3 factorial എഴുതാം. ഇത് നമ്മൾ കട്ടായി പോകുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും അല്ലേ. 20 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എഴുതിയേക്കണം. അപ്പോൾ ഇത് 20 തരത്തിൽ പറ്റും. ദെൻ അതാണ് നമ്മളിത് പറയുന്നത് മറ്റേ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചാൽ നമ്മൾ പറയുന്നത് ഇത് 5 തരത്തിൽ, ഇത് 4 തരത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ടോട്ടൽ 20. സോ 20 into 3 ദാറ്റ്സ് ഈക്വൽ ടു 60 വേസ്. അപ്പോൾ നോക്കിയ മക്കളെ, വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ
5 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. 1 2 3 4 6 7 ഈ 6 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 6 ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഈവൺ നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 60 ആണ്. Here is the 22nd question. Find the number of 4-digit numbers that can be formed using digits 1 2 3 4 5 if no digit is repeated. How many of these will be even? അപ്പോൾ നമുക്കറിയാം how many 4-digit numbers എന്നാണ് പറഞ്ഞേക്കുന്നത്. 4-digit numbers എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 2 4 5 നമ്പേഴ്സ് ഉണ്ട്. ഈ 5 നമ്പേഴ്സ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കുന്ന 4-digit നമ്പേഴ്സിന്റെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 5 എണ്ണത്തിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം എടുത്താൽ മതിയാവും? 5 എണ്ണത്തിൽ നിന്ന് നമുക്ക് 4 നമ്പേഴ്സ് ഉണ്ടായാൽ മതിയാവും. അപ്പോൾ നമുക്ക് നേരെ ഫോമുല വെച്ചായി 5p4. So it is 5 factorial divided by 5 minus 4 factorial. That is equal to 5 factorial divided by 1 factorial. That is equal to 5 factorial. അതെന്ന് പറഞ്ഞാൽ 5 into 4 into 3 into 2 into 1 ആണ്. That is equal to 20 20 into 6 120 വരും. Okay മക്കളെ? Yes, that is the first part. Then second part, how many of this will be even എന്ന. ഈവൺ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 4 ഡിജിറ്റ് ഉണ്ട്. 1 2 3 4 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയിരിക്കണം. നമ്മുടെ 2 ഈവൺ നമ്പേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? ഈ 2ഉം 4ഉം. അപ്പോൾ അത് എത്ര തരത്തിൽ പറ്റും? 2 തരത്തിൽ, ഐദർ ബൈ 2 ഓർ ബൈ 4. ഇനി ബാക്കിയുള്ളതോ? ബാക്കിയുള്ള റെപ്പറ്റീഷൻ ഇല്ല. റെപ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര എണ്ണം പറ്റും? ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ 5 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു, 4 എണ്ണേ ഉള്ളൂ. നമുക്ക് 3 പൊസിഷൻ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 4ൽ നിന്നും 3, so 4p3. So it is total 4 factorial divided by 4 minus 3 factorial. 4 minus 3 is 1 factorial. So it is 4 factorial തന്നെ വരും. 4 factorial എന്ന് വെച്ചാൽ നമുക്കറിയാം 4 into 3 into 2 into 1 ആണ്, 24 ആണ്. ഓക്കെ, അത് ഇത്രയും പൊസിഷൻ ആണ്. സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ച് ഇത് 24 into 2 വരും. സോ ടോട്ടൽ നമ്പർ ഈസ് 24 into 2, ദാറ്റ്സ് ഈക്വൽ ടു 48. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇത് വളരെ രസകരമായ ഒരു ഏരിയ ആണ്. നിങ്ങളൊന്ന് കൂടുതലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല, സിമ്പിൾ ലോജിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ മക്കളെ, ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.